നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. എവിടെടാ നിന്റെയൊക്കെ മുജ്തബ ഖമനേയി? മാളത്തിലിരുന്ന് ഭീഷണി മുഴക്കാതെ പുറത്തേക്ക് ഇറങ്ങാൻ പറ. IRGCയുടെ നേർക്ക് വിരൽ ചൂണ്ടി ഇസ്രയേൽ സേന. IDFന്റെ ചോദ്യത്തിൽ പകച്ചു നിൽക്കുകയാണ് ഇപ്പോൾ ഇറാൻ സൈന്യം. മുജ്തബയുടെ മുഖം തകർന്നു, ഒരു കാല് ചിതറി, ശരീരമാസകലം മുറിവ്. പുതിയ പരമോന്നതനെ ജീവച്ഛവമാക്കി കിടത്തിയിരിക്കുകയാണ് ഇസ്രയേൽ. അതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മുജ്തബ കൊല്ലപ്പെട്ടുവെന്നും സുരക്ഷിത താവളത്തിലെന്നുമൊക്കെ പല അഭ്യൂഹങ്ങളായിരുന്നു പരന്നുകൊണ്ടിരുന്നത്. മുജ്തബയുടെ വിവരങ്ങൾ തപ്പി ഇറാൻ മാധ്യമങ്ങളും പാശ്ചാത്യ മാധ്യമങ്ങളും ഒക്കെ പരക്കം പാഞ്ഞപ്പോൾ ചിരിക്കുകയായിരുന്നു മൊസാദ്. കാരണം അവർക്കറിയാം മുജ്തബയുടെ ഗതി എന്തായി എന്നുള്ളത്. രണ്ട് കാലിൽ നിവർന്നു നിന്ന് ഇനി ജൂതരാഷ്ട്രത്തെ വെല്ലുവിളിക്കാൻ മുജ്തബയ്ക്ക് കഴിയില്ല. ഇസ്രയേലിൽ കൈവച്ചതിനുള്ള മറുപടി മുജ്തബയുടെ ശരീരത്തിലുണ്ട്. IRGC സംരക്ഷണയിലാണ് മുജ്തബ ഖമനേയി. കഴിഞ്ഞ ഫെബ്രുവരി 28-ന് പിതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ വസതിക്ക് നേരെയുണ്ടായ US ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ മുജ്തബയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നുള്ളതാണ് വിവരങ്ങൾ. മുഖത്ത് പൊള്ളലേറ്റും കാലിന് പരിക്കേറ്റും അവശ നിലയിലായ മുജ്തബ അതീവ സുരക്ഷാ വലയത്തിലാണെന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആക്രമണത്തിന് ശേഷം മുജ്തബ ഖമേനി പൊതുവേദികളിൽ ഒരിടത്തും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഇസ്രയേൽ രഹസ്യാന്വേഷണ ഏജൻസികൾ പിന്തുടരുമെന്ന ഭയത്താൽ റവല്യൂഷണറി ഗാർഡ് കമാൻഡർമാരും ഉന്നത ഉദ്യോഗസ്ഥരും മുജ്തബയെ സന്ദർശിക്കുന്നത് ഒഴിവാക്കിയിരിക്കുകയാണ്. സന്ദർശകരുടെ നീക്കങ്ങൾ നിരീക്ഷിച്ച് ഒളിത്താവളം കണ്ടെത്താൻ ശത്രുക്കൾക്ക് സാധിക്കും എന്ന ആശങ്കയാണ് ഈ കടുത്ത നിയന്ത്രണങ്ങൾക്ക് പിന്നിലെ പ്രധാന കാരണം. വ്യോമാക്രമണത്തിൽ മുജ്തബയുടെ മുഖത്തിനും ചുണ്ടിനും കടുത്ത പൊള്ളലേറ്റിട്ടുണ്ട്. ഇതുമൂലം സംസാരിക്കാൻ പ്രയാസപ്പെടുകയാണ്. പ്ലാസ്റ്റിക് സർജറിക്ക് പുറമെ പരിക്കേറ്റ കാലിൽ 3 ശസ്ത്രക്രിയകൾ കഴിഞ്ഞതായും കൃത്രിമ കാൽ ഘടിപ്പിക്കാനുള്ള കാത്തിരിപ്പിലാണ് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കൈക്കും ശസ്ത്രക്രിയ വേണ്ടി വന്നെങ്കിലും ഇതിന്റെ പ്രവർത്തനം സാവധാനം മെച്ചപ്പെടുന്നുണ്ട്. ശാരീരികമായി തളർന്നുവെങ്കിലും മുജ്തബ ഖമേനിയുടെ മാനസികാരോഗ്യം തൃപ്തികരമാണെന്ന് ഭരണകാര്യങ്ങളിൽ സജീവമാണെന്നും ഇറാനിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നു. എന്നാൽ തന്റെ അവശത ലോകമറിയാതിരിക്കാൻ വീഡിയോ, ഓഡിയോ സന്ദേശങ്ങൾ പുറത്തുവിടുന്നതിൽ നിന്ന് മുജ്തബ വിട്ടുനിൽക്കുകയാണത്രേ. ദൗർബല്യം പ്രകടിപ്പിക്കുന്നത് ഭരണകൂടത്തിന്റെ പ്രതിച്ഛായയെ ബാധിക്കുമെന്ന ഭയമാണ് ഇതിന് പിന്നിൽ. ആശയവിനിമയത്തിനായി വിചിത്രവും എന്നാൽ സുരക്ഷിതവുമായ മാർഗമാണ് ഇപ്പോൾ ഇറാൻ സ്വീകരിക്കുന്നത്. ആധുനിക സാങ്കേതിക വിദ്യകൾ ഒഴിവാക്കി കത്തുകൾ വഴിയാണ് സന്ദേശങ്ങൾ കൈമാറുന്നത്. സീൽ ചെയ്ത കവറുകൾ വിശ്വസ്തരായ ദൂതന്മാർ വഴി രഹസ്യപാതകളിലൂടെ കൈമാറുന്നു. മോട്ടോർ സൈക്കിളുകളിലും കാറുകളിലും സഞ്ചരിക്കുന്ന ഈ കണ്ണികൾ വഴിയാണ് ഭരണപരമായ തീരുമാനങ്ങൾ പുറത്തെത്തിക്കുന്നത്. ഹൃദ്രോഗ വിദഗ്ധൻ കൂടിയായ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്ക്യാൻ, ആരോഗ്യമന്ത്രി എന്നിവരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് മുജ്തബയുടെ ചികിത്സ നടക്കുന്നത്. എന്നാൽ ഒളിയിടത്തിലും ഇസ്രയേൽ പേടി പരമോന്നതനെ അലട്ടുന്നുണ്ട്. മുജ്തബ ഒളിച്ചിരിക്കുന്ന ഇടം മൊസാദിന് കൃത്യമായി അറിയാം എന്നുള്ള ചില വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. പക്ഷേ തൽക്കാലം പരമോന്നതനെ വധിക്കുന്നത് ഇസ്രയേലിന്റെ പരിഗണനയിലില്ല. മരണത്തേക്കാൾ വലിയ ശിക്ഷയാണ് മുജ്തബയ്ക്ക് കൊടുത്തിരിക്കുന്നത്. പിതാവ് കൺമുന്നിൽ ചിതറി, കുടുംബാംഗങ്ങൾ മരണപ്പെട്ടു, കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാനാകാതെ മുജ്തബ നരകിക്കുന്നു. ഇനിയും ഇസ്രയേലിന് നേർക്ക് വിരൽ ചൂണ്ടാൻ ശ്രമിച്ചാൽ കിട്ടിയ അടി ഓർമ്മയിലുണ്ടാകണം. മുജ്തബ ജീവിച്ചിരിക്കുന്ന സ്മാരകമാണ് എന്ന് IDFന്റെ പ്രഖ്യാപനം. മുജ്തബ പൊതുമധ്യത്തിൽ വരാത്തതോടെ അദ്ദേഹത്തിന് എന്തോ സംഭവിച്ചുവെന്ന് ഇറാൻ ജനങ്ങൾക്കും ബോധ്യപ്പെട്ടിരുന്നു. പൂർണ്ണമായും ഭരണകൂടം ഇപ്പോൾ തകർന്നു നിൽക്കുകയാണ്. ഭരണം IRGCയുടെ കയ്യിലാണ്. മുജ്തബ സേഫ് എന്ന് വരുത്താൻ IRGC ഇപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് കത്തുകൾ എഴുതിക്കുന്നത്. ഭരണകൂടം ഇത്രയേറെ രഹസ്യാത്മകത പുലർത്തുന്നത് ഇറാന്റെ നേതൃനിരയിൽ വലിയ ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നു എന്നതിന്റെ സൂചനയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഖമനേയി രാജ്യം ഭരിക്കുന്നത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിലെ ജനറൽമാരെ ആശ്രയിച്ചെന്നാണ് റിപ്പോർട്ട്. ജനറൽമാരുടെ ബോർഡിന്റെ ഉപദേശത്തെ ആശ്രയിച്ചാണ് ഇറാനിലെ ഭരണമെന്നും ബോർഡിന്റെ ഡയറക്ടർ എന്ന നിലയിലാണ് മുജ്തബ പ്രവർത്തിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇറാൻ നേതൃത്വത്തിന്റെ ഈ പ്രതിസന്ധിയെ പരിഹസിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു. ഇറാന്റെ നേതാവ് ആരാണെന്ന് അവർക്ക് പോലും ഇപ്പോൾ അറിയില്ല എന്ന് ട്രംപ് പരിഹസിച്ചു. ഞങ്ങൾ ഇറാന്റെ 3 നിര നേതാക്കളെ വധിച്ചു കഴിഞ്ഞു. രാജ്യാന്തര തലത്തിൽ സംസാരിക്കാൻ പോലും ആരുമില്ലാത്ത അവസ്ഥയിലാണ് അവരിപ്പോൾ. ഇതായിരുന്നു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് പറഞ്ഞത്. നേതാവ് ഒളിവിൽ കഴിയുന്ന സാഹചര്യത്തിൽ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിനാണ് ഭരണത്തിന്റെ പൂർണ്ണ ചുമതല.
പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഗാലിബാഫ് ആണ് ഈ സമിതിയുടെ പ്രധാന മുഖം. ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായുള്ള ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത് ഇദ്ദേഹമാണ്. റവല്യൂഷണറി ഗാർഡിലെ മുൻ ജനറൽ കൂടിയായ ഗാലിബാഫിന് ഭരണകൂടത്തിലും സൈന്യത്തിലും വലിയ സ്വാധീനമുണ്ട്. ഇതിനിടെ ഹോർമുസ് കടലിടുക്ക് ഉപരോധത്തെ തുടർന്ന് ആഗോള എണ്ണ വിപണി കടുത്ത പ്രതിസന്ധിയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഹോർമുസിൽ നിന്ന് ഞങ്ങൾ പിന്മാറില്ല എന്നും അമേരിക്കയെ അവിടെ ഇട്ട് പൂട്ടുമെന്നുമാണ് IRGC വെല്ലുവിളിക്കുന്നത്. ആണവായുധ നിർമ്മാണം ഉപേക്ഷിക്കണമെന്ന US ആവശ്യം അംഗീകരിക്കാൻ ഇറാൻ തയ്യാറാകാത്തതാണ് തർക്കം നീളാൻ കാരണം. ഉപരോധം മൂലം ഇറാൻ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ടെങ്കിലും അമേരിക്കയേക്കാൾ കൂടുതൽ കാലം പിടിച്ചു നിൽക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് ഇറാൻ കൗൺസിൽ അവകാശപ്പെടുന്നു. പിതാവ് ആയത്തുള്ള അലി ഖമനേയി അനുഭവിച്ചിരുന്ന സർവാധിപത്യം പുതിയ നേതാവായ മൊജിതബയ്ക്ക് ലഭിക്കില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. മൊജിതബയ്ക്ക് ഭരണം പൂർണ്ണമായി നിയന്ത്രിക്കാൻ വർഷങ്ങൾ വേണ്ടിവരുമെന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അദ്ദേഹം കൗൺസിലിലെ നിരവധി ശബ്ദങ്ങളിൽ ഒന്ന് മാത്രമാണെന്നും മിഡിൽ ഈസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദഗ്ധനായ അലക്സ് വതങ്ക നിരീക്ഷിച്ചു. ഇറാനിലെ അധികാര കേന്ദ്രം ഇന്ന് ഔദ്യോഗിക കെട്ടിടങ്ങളിലോ പൊതുവേദികളിലോ അല്ല, മറിച്ച് അടച്ച കവറുകളിലൂടെയും രഹസ്യ സന്ദേശങ്ങളിലൂടെയും സഞ്ചരിക്കുന്ന ഒരു അദൃശ്യ ഭരണ രീതിയിലൂടെയാണെന്ന് സൂചനകളാണ് പുറത്തുവരുന്നത്. മുജ്തബ ഖമനേയി നേരിട്ടുള്ള പൊതുപ്രവർത്തനങ്ങളിൽ നിന്ന് അപ്രത്യക്ഷനായിരിക്കെ ഇറാനിലെ അധികാരത്തിന്റെ യഥാർത്ഥ നിയന്ത്രണം ആരുടെ കൈകളിലാണ് എന്ന് അവിടുത്തെ ജനങ്ങളും ചോദിക്കുകയാണ്. പതിറ്റാണ്ടുകളായി ഇറാനിലെ പരമോന്നത നേതൃപദവി വെറും ഭരണഘടനാപരമായ ഒരു സ്ഥാനം മാത്രമല്ല, രാഷ്ട്രീയവും മതപരവും സൈനികവുമായ എല്ലാ മേഖലകളുടെയും അന്തിമ കേന്ദ്രമായിരുന്നു. അലി ഖമനേയിയുടെ കാലത്ത് ഈ സ്ഥാനം പൂർണ്ണ കേന്ദ്രീകൃത അധികാരത്തിന്റെ പ്രതീകമായിരുന്നു. പ്രധാന നയതന്ത്ര തീരുമാനങ്ങളിൽ നിന്ന് യുദ്ധതന്ത്രങ്ങളിലേക്കും ആഭ്യന്തര രാഷ്ട്രീയ ക്രമീകരണങ്ങളിൽ നിന്ന് വിദേശ സഖ്യങ്ങളിലേക്കും എല്ലാത്തിൻ്റെയും അവസാന വാക്ക് അദ്ദേഹത്തിനായിരുന്നു. എന്നാൽ ഇന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ആ മാതൃകയിൽ വലിയ മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. രാജ്യത്തിന്റെ ദിനം പ്രതി നിർണായക തീരുമാനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് IRGCയുടെ മുതിർന്ന കമാൻഡർമാരാണ് എന്നത് ഒരു വലിയ ആശങ്കയായി അവിടുത്തെ ജനങ്ങൾ നോക്കിക്കാണുകയാണ്. സൈനിക തന്ത്രങ്ങൾ, ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ, അമേരിക്കയുമായുള്ള ചർച്ചകളിൽ സ്വീകരിക്കേണ്ട നിലപാട്, പ്രാദേശിക സഖ്യങ്ങളുമായി സഹകരണം, മിസൈൽ വിന്യാസം എന്നിവയുൾപ്പെടെ പ്രധാന വിഷയങ്ങളിൽ ഇപ്പോൾ ജനറൽമാരുടെ സ്വാധീനം നിർണായകമാണെന്ന് വിലയിരുത്തപ്പെടുന്നു. അതായത് ഔദ്യോഗികമായി പരമോന്നത നേതാവിന്റെ പദവി നിലനിൽക്കുമ്പോഴും പ്രവർത്തനത്തിൽ ഇറാൻ കൂടുതൽ സൈനിക സ്ഥാപന അധിഷ്ഠിത ഭരണത്തിലേക്ക് നീങ്ങുന്നുവെന്ന ചിത്രം രൂപപ്പെടുന്നു. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഇറാനിൽ പുതിയ ശക്തി കേന്ദ്രമല്ല. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് പിന്നാലെ രൂപം കൊണ്ട ഈ സ്ഥാപനം കാലക്രമേണ വെറും സൈനിക വിഭാഗം എന്ന പരിധി മറികടന്നു. ഇന്നത് മിസൈൽ വികസനം, വിദേശ പ്രവർത്തനങ്ങൾ, രഹസ്യാന്വേഷണം, സാമ്പത്തിക നിക്ഷേപങ്ങൾ, നിർമ്മാണ മേഖല, രാഷ്ട്രീയ സ്വാധീനം തുടങ്ങി അനവധി മേഖലകളിൽ ശക്തമായി പിടിമുറുക്കം നേടിയിരിക്കുന്നു. അതിനാൽ ഖമനേയിയുടെ ശാരീരിക പരിമിതികൾ മൂലം അധികാര ശൂന്യത രൂപപ്പെടുമ്പോൾ ആ ഇടം നിറയ്ക്കാൻ ഏറ്റവും സജ്ജമായ സ്ഥാപനം IRGC ആണെന്നത് അപ്രതീക്ഷിതമല്ല. ഇതിന്റെ ആഭ്യന്തര രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളും വലുതാണ്. ഇറാനിൽ അധികാരം ഒരൊറ്റ വ്യക്തിയിൽ കേന്ദ്രീകരിക്കുമ്പോൾ തീരുമാനങ്ങൾ വേഗത്തിൽ നടപ്പാക്കാമെങ്കിലും നേതാവിന്റെ പ്രതീക ശക്തിയിൽ ആശ്രയിച്ചിരിക്കും. എന്നാൽ ഒരു ബോർഡ് ഓഫ് ജനറൽസ് മാതൃകയിലേക്ക് അധികാരം നീളുമ്പോൾ ഇത് കൂടുതൽ കൂട്ടായ്മ അധിഷ്ഠിതമാകാം. അതേസമയം സ്ഥാപനങ്ങൾ തമ്മിലുള്ള ആഭ്യന്തര മത്സരം, അഭിപ്രായ വ്യത്യാസം, വിഭാഗീയത എന്നിവയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അമേരിക്കയുമായുള്ള ചർച്ചകളെക്കുറിച്ചുള്ള ഭിന്നതകൾ ഇതിനകം നേതൃത്വത്തിനുള്ളിൽ നിലനിൽക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. ചില വിഭാഗങ്ങൾ നയതന്ത്ര വഴികൾ തുറന്നു വയ്ക്കാൻ ആഗ്രഹിക്കുമ്പോൾ മറ്റു ചിലർ കൂടുതൽ കടുത്ത നിലപാടിനാണ് പിന്തുണ നൽകുന്നത്. ഹോർമുസ് കടലിടുക്ക് പോലുള്ള തന്ത്രപ്രധാന വിഷയങ്ങളിൽ ഈ മാറ്റത്തിന്റെ സ്വാധീനം കൂടുതൽ വ്യക്തമാണ്. ലോകത്തെ പ്രധാന എണ്ണ ഗതാഗത പാതകളിൽ ഒന്നായ ഹോർമുസ് അടയ്ക്കണോ, നിയന്ത്രിത സമ്മർദ്ദമോ അതോ പൂർണ്ണ ഏറ്റുമുട്ടലോ എന്നതുപോലുള്ള തീരുമാനങ്ങൾ ഇനി രാഷ്ട്രീയ നേതൃത്വത്തിന്റെ മാത്രം പരിധിയിലല്ല. സൈനിക കമാൻഡർമാരും ഇപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുകയാണ്. യുദ്ധമാണ് നടക്കേണ്ടതെന്ന് IRGC പ്രഖ്യാപിക്കുമ്പോൾ ഇപ്പോൾ ഒരു സമാധാനം ആവശ്യമാണെന്ന് ഭരണകൂടം പറയുകയാണ്. പ്രത്യേകിച്ച് മസൂദ് പെസഷ്ക്യാൻ പറയുന്നത് ചർച്ചയുടെ ഇരുവശം, അതായത് ഒരു മേശയുടെ ഇരുവശം ഇരുന്നു കൊണ്ടുള്ള ചർച്ച ആവശ്യമാണെന്നും ഇറാൻ വലിയ പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണെന്നും മസൂദ് പെസഷ്ക്യാൻ പറയുന്നുണ്ട്.
ഖമനേയി ഇനി ആരോഗ്യവാനായി എപ്പോൾ തിരികെ എത്തും എന്നുള്ളതിൽ ഒരു വ്യക്തതയുമില്ല. മുജ്തബ പൂർണ്ണമായും അവശതയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. എന്നാൽ തിരികെ വന്നാലും മുൻപ് ആയത്തുള്ള അലി ഖമനേയിക്ക് ഉണ്ടായിരുന്ന ആ ഒരു പവർ മുജ്തബയ്ക്ക് ഉണ്ടാകുമോ, അതിന് IRGC അനുവദിക്കുമോ, അതൊരു ചോദ്യം തന്നെയാണ്. കാരണം ആയത്തുള്ള അലി ഖമനേയിയുടെ ആ ഒരു കേപ്പബിലിറ്റി മുജ്തബയ്ക്കില്ല എന്ന് IRGC കരുതുന്നുണ്ട്. ഇറാനിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മാധ്യമങ്ങളുടെ കണ്ണുകൾ മുഴുവൻ ടെഹ്റാനിലേക്കാണ്. അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഇതൊരവസരമായിരിക്കാം. കേന്ദ്രീകൃത നിയന്ത്രണം ക്ഷയിച്ചാൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ കഴിയും എന്ന കണക്കുകൂട്ടൽ അമേരിക്കയ്ക്കുണ്ട്. എന്നാൽ മറുവശത്ത് സൈനിക കമാൻഡർമാർക്ക് കൂടുതൽ നിയന്ത്രണമുള്ള ഇറാൻ കൂടുതൽ പ്രവചിക്കാനാകാത്ത രീതിയിൽ പ്രതികരിക്കാനും സാധ്യതയുണ്ട്. വ്യക്തമായ രാഷ്ട്രീയ നിയന്ത്രണത്തെക്കാൾ സ്ഥാപനപരമായ സൈനിക തീരുമാനങ്ങൾ ചിലപ്പോൾ കൂടുതൽ ആക്രമണങ്ങൾക്ക് വഴിവെച്ചേക്കാം. മുജ്തബ ഖമനേയി ഔദ്യോഗികമായി പരമോന്നത നേതാവായിരിക്കാം. എന്നാൽ അധികാരത്തിന്റെ യഥാർത്ഥ ഭാരം ക്രമേണ സൈനിക സ്ഥാപനങ്ങളിലേക്ക് മാറുന്നു എന്ന സൂചനകൾ ശക്തമാണ്. അതിനർത്ഥം ഭാവിയിലെ ഇറാൻ കൂടുതൽ IRGC സ്വഭാവമുള്ള, കൂടുതൽ ശക്തി ആർജിക്കുന്ന ഒരു സംഘമായി മാറാൻ സാധ്യതയുണ്ട് എന്നാണ്. പക്ഷേ അതിനെ അനുവദിച്ചു കൊടുക്കാൻ ഇസ്രയേലും അമേരിക്കയും തയ്യാറാകില്ല. അതിനു മുൻപ് തന്നെ കയറി അടിക്കാൻ തക്കം നോക്കിയിരിക്കുകയാണ് ഇസ്രയേൽ. IRGCയുടെ കൈകളിൽ ഇറാന്റെ ഭരണം എത്തിക്കഴിഞ്ഞാൽ അത് കൂടുതൽ ആപത്ത് ഇസ്രയേലിന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇറാനെ മുച്ചോട് മുടിക്കുക എന്ന തീരുമാനത്തിലേക്ക് ഇസ്രയേൽ എത്തിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.